ഈ കുറച്ച് കുഞ്ഞു നിമിഷങ്ങൾ അവരോടൊപ്പം എനിക്ക് ഓർമ്മയാകുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിരുന്നു തേജുട്ടിനെയും ത്രേക്കുട്ടിനെയും രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചിട്ട് വരുന്നതും ഒക്കെ. ഇനിയിപ്പോൾ ഈ റൂട്ടീൻ കംപ്ലീറ്റ് മാറുവാണ്. രാവിലെയുള്ള ഈ മോർണിംഗ് വാക്കും കൈകോർത്ത് പിടിച്ചുള്ള നടത്തവും ശിവൻകോവിലെ രാവിലെയുള്ള പ്രാർത്ഥനയും എല്ലാം അവരെക്കാളേറെ എനിക്കാണ് മിസ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഒരു ഫീലിംഗ്, അതെന്താണെന്ന് തൊട്ട് പറയാനും പറ്റുന്നില്ല. സ്കൂളിലേക്ക് ഹാപ്പിയായിട്ട് കയറി പോകുന്നതും തിരിച്ച് വിളിക്കാൻ ചെല്ലുമ്പോൾ ഓടി വന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഇനി മിസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് വഴി നീളെ സ്കൂളിലെ വിശേഷം പറച്ചിലാണ്. ഇന്ന് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഒരു ഈച്ച വന്ന് അതുകൂടി പറയും. വീട്ടിൽ പോയി പറയാമെന്ന് പറഞ്ഞാലും കേൾക്കില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാലേ രണ്ടുപേർക്ക് സമാധാനമാകുള്ളൂ. പിന്നെ ഈ കൂവള മരവും അതിൽ നിന്ന് കൂവള ഇല എടുക്കുന്നതും അതിനുശേഷം ശിവൻകോവിൽ ധാര ചെയ്യുന്നതും ഒക്കെ ഇനി മിസ് ചെയ്യും. എനിക്ക് പറ്റാത്ത സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ധാര ചെയ്തിട്ടേ രണ്ടുപേരും വരുള്ളൂ. അതവരുടെ ദിനചര്യയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ. പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇവിടെ പൂജ ചെയ്യാൻ വരുന്നവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ അങ്ങ് ശീലിച്ചതാണ്. ഇവിടെ നട്ടിരിക്കുന്ന 2 ചെടികൾക്ക് എന്നും വെള്ളം ഒഴിച്ചിട്ട് അത് വേഗം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയിപ്പോൾ ഈ റൂട്ടീനൊക്കെ മാറും. രാവിലെ ഇങ്ങോട്ടുള്ള വരക്കൊന്നും ഇനി നടക്കത്തില്ല. ഇടയ്ക്കെങ്കിലും രണ്ടുപേരെയും കൊണ്ട് വരാൻ നോക്കണം. ചുരുക്കി പറഞ്ഞ സ്കൂളൊക്കെ കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തേണ്ട ഇടത്ത് അരമണിക്കൂർ കഴിഞ്ഞാലേ വീടെത്തുള്ളൂ. വീട്ടിലെത്താറായി കഴിഞ്ഞാൽ പിന്നെ തേജുട്ടന് മെയിനായിട്ട് അറിയേണ്ട വിശേഷം ഞാനിന്ന് എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതെന്നാണ്. ലഞ്ചിൻ്റെ കറികൾ എന്തൊക്കെയാണ്, അങ്ങനെ കുഞ്ഞിലത്തെ എൻ്റെ അതേ സ്വഭാവം. ഇനിയിപ്പോൾ അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഈ ഒരു 3 വർഷക്കാലം ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാം.